പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, സുഹൃത്തുക്കളെ, ഇംപ്രസ് ചെയ്യിപ്പിക്കുക, മറ്റുള്ളവരിലെ മതിപ്പുളവാക്കുക, ഇതും നമ്മുടെ ആത്മവിശ്വാസവും തമ്മിലുള്ള ബന്ധമുണ്ടോ? മറ്റുള്ളവരിൽ ഇംപ്രഷൻ ഉണ്ടാക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരിൽ മതിപ്പുണ്ടാക്കുക വഴി നമ്മുടെ ആത്മവിശ്വാസം വളർത്തപ്പെടുമോ എന്നുള്ള ഒരു ചിന്തയെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കുക, അതിന് ഏറ്റവും വലിയൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പരോക്ഷമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് പ്രത്യക്ഷമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പരോക്ഷമായിട്ട് ഇപ്പം നമ്മൾ പ്രസൻ്റ് അല്ല, പക്ഷേ നമുക്ക് മറ്റുള്ളവരിൽ നമ്മെക്കുറിച്ചുള്ള ഇംപ്രഷൻ, മതിപ്പുണ്ടാക്കാൻ സാധിക്കും. അതിന് ഏറ്റവും വലിയ ഉപാധിയാണ്, മാർഗമാണ് ഹാൻഡ് റൈറ്റിംഗ്. നല്ല ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ആണെങ്കിൽ എവിടെ കിടന്നു കഴിഞ്ഞാലും ആരത് എഴുതിയേ, എത്ര മനോഹരമായിട്ട് എഴുതിയിരിക്കുന്നു. നന്നായിട്ട് നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ളവർ നല്ല സ്വഭാവക്കാരാണെന്ന് പണ്ടേ പറയുന്നതാണ്. അപ്പം നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ളവർ ശാസ്ത്രം പറയുന്നത് അവർ നീണ്ടു നിവർന്ന വ്യക്തികളായിരിക്കും, നല്ല പേഴ്സണാലിറ്റി ഉള്ളവരായിരിക്കും. അതുപോലെ ഒപ്പിടുന്നത് നമ്മളൊക്കെ ചിലപ്പോൾ വിലയില്ലാതെ കാണുന്നു, പക്ഷേ ഓരോ ഒപ്പിനും ഓരോ സൈനും ഭയങ്കര ഇംപ്രഷനാണ് കൊടുക്കാൻ സാധിക്കുന്നത്. ഓരോരുത്തരുടെ ഒപ്പൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയാറില്ല, അടിപൊളിയാണ്. ഇപ്പോൾ ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, ഇന്ന് സാധാരണക്കാർ പോലും മനോഹരമായിട്ട് സൈൻ ഒപ്പിടാനായിട്ട് ശ്രമിക്കുന്നവരാണ്. ഇപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് മാറ്റിക്കൊണ്ട് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് വളർത്താൻ സാധിക്കുമോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാധിക്കും. പരിശ്രമം ചെയ്യുകയിലെ എന്തിനേയും കൈക്കലാക്കാം. നമുക്ക് എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ്. അല്പം പരിശ്രമിക്കണം മനോഹരമായിട്ട്. അതുകൊണ്ടല്ലേ കുട്ടികളെയൊക്കെ 4 വരയിട്ട പേപ്പറിലും കയ്യെഴുത്ത് ബുക്കിലും 2 വരയിട്ടടുത്തൊക്കെ എഴുതി പഠിപ്പിക്കുന്നത്. അപ്പോൾ അവർ മനോഹരമായിട്ട് ഉരുട്ടി ആ കളത്തിൽ ഒതുങ്ങുന്ന രീതിയിൽ എഴുതി 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 ആ വരകളില്ലാതെ അവർ എഴുതാൻ തുടങ്ങും. മനോഹരമായിട്ട് എഴുതി പഠിക്കാൻ വേണ്ടി കൊച്ചിലെ നമ്മുടെ സ്കൂളുകളിലൊക്കെ നടത്തുന്ന ഒരു ശീലങ്ങളാണ്. അതുപോലെ നല്ല ഒപ്പിടാൻ പഠിക്കാനുള്ളത് എത്ര മനോഹരമായിട്ടുള്ള ഓരോന്നിനും നമ്മളറിയാതെ തന്നെ നമ്മളിൽ ആത്മവിശ്വാസവും നമ്മെക്കുറിച്ച് മറ്റുള്ളവർക്ക് ആത്മവിശ്വാസം ഉണർത്തുന്ന പ്രവർത്തികൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യമുണ്ടായി. നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് നമ്മൾ കേൾക്കുന്ന തലമുറയാണെങ്കിൽ നമ്മുടെ മക്കളെ അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറയൊക്കെ നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതി പഠിപ്പിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കണം. ഒപ്പം നല്ല സൈൻ ഒപ്പിടുന്നു, ഇതൊക്കെ ശാസ്ത്രീയമായിട്ടൊക്കെ തെളിയിച്ച കാര്യങ്ങളാണ്. നമ്മുടെ വ്യക്തിയുടെ ആത്മവിശ്വാസത്തെ ഒരുപാട് പരിപോഷിപ്പിക്കുന്ന ഒന്നാണ്. രണ്ടാമതായിട്ട് വസ്ത്രധാരണം. ഒരു വ്യക്തിയുടെ അവൻ്റെ ടേസ്റ്റ് എന്താണ്, അവൻ്റെ ഡിസ്പൊസിഷൻ, മനോഭാവം എന്താണ്, അവൻ്റെ ലൈക്സ് എന്താണ്, അവൻ്റെ ഡിസ്ലൈക്സ് എന്താണെന്നൊക്കെ അറിയാനായിട്ട് അവൻ്റെ വസ്ത്രധാരണം ഒരുപാട് സഹായിക്കും എന്ന് പറയും. നമുക്കറിയാം, പെട്ടെന്നൊരാളെ കാണുമ്പോൾ നമ്മൾ നോക്കുന്നത് അവൻ്റെ ഡ്രസ്സിലല്ലേ. അപ്പോൾ ഡ്രസ്സ് അട്രാക്റ്റീവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ വ്യക്തി അട്രാക്റ്റീവായിട്ട് തീരുമെന്നുള്ളതാണ്. അപ്പം നമ്മൾ എവിടെ പോകുമ്പോഴും, ദേവാലയത്തിൽ പോകുമ്പോൾ, സ്കൂളിൽ പോകുമ്പോൾ, അതുപോലെ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ, ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ, ഒരു ഓഫീസിലേക്ക് പോകുമ്പോൾ, വെറുതെ ഒന്ന് ഹൈക്കോർട്ട് വരെ പോകാനാണെങ്കിലും നന്നായിട്ട് ഡ്രസ് ചെയ്യുക. അതുതന്നെ മറ്റുള്ളവരിലെ ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. സ്കൂളിന് പ്രത്യേകമായിട്ടുള്ള യൂണിഫോമുകളുണ്ട്, കോളേജിനുണ്ട്, എന്തിന് LKG UKG സ്റ്റുഡൻസിന് വരെയുണ്ട്. ഓരോ ബിസിനസ് സ്ഥാപനങ്ങൾക്കില്ലേ, ഒരു തുണിക്കട എടുത്താൽ, ഏതെങ്കിലും ഒരു സാധാരണ ഷോപ്പ് എടുത്താൽ എല്ലായിടത്തും യൂണിഫോമാണ്. ഇപ്പം ഡ്രസ്സിന് ഒരുപാട് മറ്റുള്ളവരിലെ മതിപ്പുളവാക്കാൻ സാധിക്കുമെന്നുള്ളത്. ഓരോ സ്കൂളിൻ്റെ ഒക്കെ ഡ്രസ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്കൂളിൻ്റെ തന്നെ ഇംപ്രഷൻ, ആ സ്കൂളിൻ്റെ പേര് ഒരു പക്ഷേ അവരുടെ ഡ്രസ്സ് കണ്ടിട്ടുണ്ടോ? കോൺവെൻറ്റ് സ്കൂളുകൾ, ഇപ്പോൾ എല്ലാ സ്ഥാപനങ്ങളിലും ഡ്രസ്സിന് വളരെയധികം പ്രാധാന്യമായി ശാസ്ത്രീയമായിട്ടൊക്കെ അവരിന്ന് പഠിക്കുകയാണ്. എങ്ങനെ എത്രയും മനോഹരമായിട്ടുള്ള ഡ്രസ്സ് കുട്ടികൾക്ക് നൽകാനായിട്ട് സാധിക്കും. ഒരു കുട്ടി വരുന്നത് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് ഒരാൾ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ, ഒരാൾ നടന്നു പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് അടിപൊളി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുമ്പോൾ അത് ആ വ്യക്തിയുടെ
കാണുന്ന നമ്മുടെ, കേൾക്കുന്ന മറ്റുള്ളവരുടെ, അല്ലെങ്കിൽ ആ ധരിച്ചുകൊണ്ട് പോകുന്നവരുടെ വ്യക്തിത്വത്തിന്, പേഴ്സണാലിറ്റിക്ക്, സെൽഫ് കോൺഫിഡൻസിന് എത്രയോ വലുതാണ്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഒരു ഡ്രസ്സ് ഓരോ കാലഘട്ടത്തിനും സാഹചര്യത്തിനും അനുസൃതമായിട്ട് തീരുമ്പോൾ അത് അത്രയ്ക്ക് മതിപ്പുളവാക്കുന്നതാണ്. ഇപ്പം ഞാൻ ഇറ്റലിയിലായിരുന്ന കാര്യം എപ്പോഴും പറയാറുണ്ട്. അത് ഒരു കുർബാനയ്ക്കൊക്കെ, ഒരു ദേവാലയത്തിലൊക്കെ വരുമ്പോഴും മരണ കുർബാനയാണ്, ചിലപ്പോൾ ഒരു 10-100 പേരുണ്ടാവുള്ളൂ. പക്ഷെ 100 പേരിൽ 50 പേരും ഓവർകോട്ടൊക്കെ ധരിച്ച് എല്ലാം കറുപ്പ് ഡ്രസ്സായിരിക്കും. നമുക്ക് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ തന്നെ തോന്നും ഇത് ഒരു മരണ കുർബാനയ്ക്കാണ്. അത്രയ്ക്ക് വ്യത്യാസമുണ്ട് കല്യാണ കുർബാനയ്ക്ക്. കല്യാണമൊക്കെ നമ്മുടെ നാട്ടിലും ആഘോഷമാണ്. ഇവിടെ എന്താ ഇന്ന് കല്യാണം ഉണ്ടോയെന്ന് ചോദിക്കും, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ. അതുപോലെയാണ് ഡ്രസ്സിങ്ങിൻ്റെ പ്രത്യേകത. ഒരാഘോഷമാകട്ടെ, ഒരു ബർത്ത്ഡേ പാർട്ടി ആകട്ടെ, ഇന്ന് ഹോളുകളൊക്കെ നമ്മളുടെ ഓഡിറ്റോറിയങ്ങളൊക്കെ വെഞ്ചരിച്ച് അലങ്കരിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഇന്നൊരു ബർത്ത്ഡേ ആണല്ലേ, ഇന്നൊരു മാരേജ് ഫങ്ഷൻ ആണല്ലേ. അത്രയ്ക്ക് നമ്മൾക്ക് മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യിപ്പിക്കുവാനായിട്ട് നമ്മുടെ ഡ്രസ്സ് കൊണ്ട്, നമ്മുടെ വസ്ത്രധാരങ്ങൾ കൊണ്ട്, നമ്മുടെ അലങ്കാരങ്ങൾ കൊണ്ട് നമുക്ക് ആക്കി തീർക്കുവാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ നന്നായിട്ട് ഇപ്പോൾ വലിയ ഡ്രസ്സുകൾ 1000-നും 10,000-ത്തിനൊക്കെ മേടിച്ച് ധരിക്കണമെന്നല്ല, ഉള്ള ഡ്രസ്സ് തന്നെ മനോഹരമായിട്ട് തേച്ച് മനോഹരമായിട്ടൊന്ന് ഒരുങ്ങി വരുമ്പോൾ തന്നെ വളരെ കോട്ടൺ ഡ്രസ്സുകളൊക്കെ, സാധാരണയായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ നന്നായിട്ട് അത് ഉടുത്തൊരുങ്ങി പോകുമ്പോൾ അതിന് പ്രത്യേകതയുണ്ട്. വാരി വലിച്ച് ഉടുക്കുമ്പോഴും നമ്മൾ എത്ര ഹാൻസം എത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നാലും നമ്മുടെ ഡ്രസ്സിങ്ങിന് നമ്മുടെ ജീവിതത്തിൽ നമ്മളിലൊരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളുടെ സെൽഫ് കോൺഫിഡൻസിനെ എങ്ങനെയൊക്കെ വളർത്തിയെടുക്കാൻ സാധിക്കുമെന്നാണ് നമ്മളിപ്പോൾ ഇന്ന്, ഇത് 28ാമത്തെ ക്ലാസ്സാണ്, ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സെൽഫ് കോൺഫിഡൻസിൻ്റെ എല്ലാ ക്ലാസ്സുകളും കേൾക്കാനായിട്ട് ശ്രമിക്കണം. ഓരോന്നും നമ്മളെ സഹായിക്കും. ഒരു പക്ഷേ നമ്മൾ 28 ക്ലാസ് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു 10 പോയിന്റ് ആയിരിക്കാം നമ്മളെ സഹായിക്കുന്നത്. മതി. അപ്പോൾ തന്നെ നമ്മളുടെ ആത്മവിശ്വാസത്തെ, എന്നിലൊരു ആത്മവിശ്വാസമില്ല, ഞാൻ തളർന്നവനാണ്, ഞാൻ തളർന്നൊടിഞ്ഞവനാണ്, ഒന്നിനൊരു ഉത്സാഹമില്ലാത്തവനാണ്, ഒന്നിനെക്കുറിച്ച് എനിക്ക് താല്പര്യമില്ല, എന്തിനാ എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഒരുപാട് അനുഗ്രഹമാകും. നമ്മുടെ യുവാക്കൾ, നമ്മുടെ യുവതികൾ, വളർന്നു വരുന്ന തലമുറകൾ, ഇപ്പോൾ കൊച്ചുകുട്ടികൾ വരെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് മനോഹരമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതൊക്കെ അവരിൽ തന്നെ ഒരു ചിന്ത ഉളവാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ അങ്ങനെ ഒരുക്കി വിടുന്ന മാതാപിതാക്കളിൽ ഒരു ചിന്ത ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ മകൻ, എൻ്റെ മകൾ, അല്ലെങ്കിൽ എൻ്റെ ജോലി സ്ഥലം, ഇതൊക്കെ ഇംപ്രസ് ചെയ്യിപ്പിക്കണം, മറ്റുള്ളവരിലേക്ക് അട്രാക്ഷൻ കൊടുക്കണം, അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരണം, വിലയുണ്ടാകണം, അതാണ് മതിപ്പുണ്ടാകണമെന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനൊക്കെ ഒരു അർത്ഥം ഉണ്ടാകും. നമ്മൾക്ക് ഈ ലോക ജീവിതത്തിൽ ഇപ്പോൾ ബൈബിളിൽ സങ്കീർത്തനം പറയുന്ന പോലെ 70 വർഷം അല്ലെങ്കിൽ 80 വർഷമൊക്കെ ഉള്ളൂ. അത്രയും കാലഘട്ടം ദൈവം നമുക്ക് തന്ന സൗന്ദര്യത്തെ, ദൈവം നമുക്ക് തന്ന ആരോഗ്യത്തെ അത് പുഷ്ടിപ്പെടുത്തേണ്ട, പരിപോഷിക്കേണ്ട ഒരു അവകാശം, ഒരു ഉത്തരവാദിത്വം നമുക്കില്ലേ? അത് നമുക്ക് വേണ്ട വിധം ഉപയോഗിക്കാം. അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ മതിപ്പുളവാക്കുന്ന വ്യക്തിത്വങ്ങളാകാൻ, അതുമൂലം നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ വളർത്തി കൊണ്ടുവന്ന് സമൂഹത്തിൽ എല്ലാവരുടെയും നിരയിലും, ഇന്ന് പാവപ്പെട്ടവൻ പണക്കാരനൊന്നും ഇല്ലെന്നേ, എല്ലാം നമ്മളുടെ സംസാരത്തിൽ, പെരുമാറ്റത്തിൽ, പ്രവൃത്തിയിൽ, നമ്മളായിരിക്കുന്ന അവസ്ഥയിലാണ്. ഒരു കാലഘട്ടത്തിലാണ് അങ്ങനൊരു വിഭജനമൊക്കെ ഉണ്ടായിരുന്നത്. ഇന്ന് നല്ല വ്യക്തിത്വമുള്ള വ്യക്തികളെ കണ്ടു കഴിഞ്ഞാൽ, നല്ല പെരുമാറ്റമുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കും. അവിടെ പണക്കാരനും പാവപ്പെട്ടവനൊന്നുമില്ല. നമ്മുടെ വ്യക്തിത്വത്തെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട്, നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ നമുക്ക് ഉയർത്തിയെടുക്കാനായിട്ട് അച്ഛൻ്റെ ക്ലാസ്സുകൾ വളരെ ഉപകാരപ്രദമാകുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി മറ്റൊരവസരത്തിൽ മറ്റൊരു ക്ലാസ്സുമായിട്ട് സംബന്ധിക്കുന്നതുവരെ, നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കുന്നതുവരെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഈശ്വരൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.